ടി.പി. രാമകൃഷ്ണൻ ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്. അദ്ദേഹം കൃത്യമായ ഒരു പ്രതികരണം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. രാവിലെ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ വേണ്ടി കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. പി.വി. അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ LDFന്റെ പ്രതികരണം എന്താണ്, മറുപടി എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. CPM-നപ്പുറം LDF കൺവീനർ എന്ന നിലയിൽ ടി.പി. രാമകൃഷ്ണൻ നൽകുന്ന പ്രതികരണം അത് നിർണായകമാണ്, പ്രധാനമാണ്. എന്തായിരിക്കും ടി.പി. രാമകൃഷ്ണന്റെ മറുപടി പ്രതികരണം? ടി.പി. രാമകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കോഴിക്കോട്. കൈകാര്യം ചെയ്തു. മൈക്ക് അവരോട് പറഞ്ഞില്ലല്ലേ? ഞാൻ പറഞ്ഞാൽ മതിയോ? പി.വി. ഒരുപാട് കാര്യങ്ങളാണ് ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടിക്കെതിരാണ്, മുഖ്യമന്ത്രിക്കെതിരാണ്, ആഭ്യന്തര വകുപ്പിനെതിരാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഞാൻ ഇന്നലെ തന്നെ എന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ ഇടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വായിക്കുമ്പോൾ, പത്രങ്ങൾ, ഇന്നലെ ചാനലിലെ റിപ്പോർട്ടിംഗ്, ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ എന്താണ് ഉദ്ദേശം എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ആ പരാതിയെക്കുറിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി CPM സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല, പാർട്ടിക്ക് പുറത്തുള്ളവരും പാർട്ടിക്ക് പരാതി അയക്കാറുണ്ട്. അത്തരം പരാതികളോടെല്ലാം നീതിപൂർവമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇതിലൊന്നും പാർട്ടി നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തത വരുത്തുന്നതിന് മുമ്പ് അൻവർ ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടത്തുക എന്നുള്ളത് അത് ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും എതിരായി വ്യാപകമായ പ്രചാരവേല നേരത്തെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ശത്രുക്കളും UDF-ഉം BJP-യും എല്ലാം ചേർന്ന് നടത്തിയിട്ടുണ്ട്. അത്തരം പ്രചരണങ്ങൾക്ക് മാധ്യമങ്ങളും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ എത്രത്തോളം എവിടം വരെ എത്തുന്നൊക്കെയുള്ളത് ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലെല്ലാം വ്യക്തമാക്കേണ്ടതാണ്. കേരളത്തിലെ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിലും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നതിലും തലവനായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം CPM-ന്റെ PB അംഗമാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, നിയമസഭയിൽ നേതാവാണ്. അത്തരം ഒരാളെ കടന്നാക്രമിക്കുക എന്നുള്ളത് നേതൃത്വത്തെ തകർക്കുക എന്ന നിലപാടിന്റെ കൂടി ഭാഗമാണ്. ഇത് CPIM വളരെ കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതിനു മുമ്പും മുഖ്യമന്ത്രിയായതിനു ശേഷവും അദ്ദേഹത്തെ ഒറ്റതിരിച്ച് ആക്രമിച്ച നില കേരളത്തിന് മുമ്പിലുണ്ട്. അതെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് 2016-21 അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത്. ആ 5 വർഷക്കാലത്തെ ഭരണത്തിനുള്ള അംഗീകാരം എന്നുള്ള നിലയിലാണ് പിണറായി വിജയൻ ഗവൺമെന്റിന് തുടർഭരണം ലഭിച്ചത്. ആ തുടർഭരണം ലഭിച്ചതിന് ശേഷമുള്ള സാഹചര്യങ്ങളിലെല്ലാം മാറ്റമുണ്ട്. ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ താൽപര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമായും പരിഗണിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത്തരം നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തകർക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അൻവർ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ
മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത അത് ബാധിക്കും എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പാർട്ടി അണികളാകെ അങ്ങനെ ചിന്തിക്കുന്നു എന്നെല്ലാമുള്ള വ്യാഖ്യാനം നൽകുന്നുണ്ട്. അടിസ്ഥാനരഹിതമാണത്. പാർട്ടിക്ക് വേണ്ടി പറയാനും പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പറയാനും അവരുടെ എന്ത് പ്രാതിനിധ്യമാണ് അൻവറിനുള്ളത്? അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സംസാരിച്ച് വലിയ പ്രചാരവേല ഈ കാര്യത്തിൽ കിട്ടും എന്ന് മനസ്സിലാക്കി പാർട്ടി അണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം അതൊരിക്കലും പാർട്ടി അണികളും പാർട്ടി ബന്ധുക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരും ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അത്തരം ഒരു നിലപാടിനെ ഒരു കാരണവശാലും ന്യായീകരിച്ചു പോകാനും കഴിയുന്നതല്ല. അൻവർ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടിനെ സംബന്ധിച്ച് ഗൌരവമായ പരിശോധന നടത്തി പാർട്ടി അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA ആണ്. പക്ഷെ CPM-ന്റെ സീറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത്, സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. CPM പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി അദ്ദേഹം തുടരുകയാണ്. CPIM-ന്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി തുടരുന്ന ഒരാൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന രീതി ഇതാണോ? അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ ഇന്നലെ തന്നെ എന്റെ നിലപാടെന്താണെന്ന് ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നിപ്പം പത്രങ്ങളെല്ലാം വായിച്ചു നോക്കിയ സമയത്തും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ രീതി മനസ്സിലാക്കിയ സമയത്തും ഇത് ശരിയായ രീതി സതുദ്ദേശത്തോടു കൂടിയുള്ള നിലപാടല്ല അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ബോധ്യപ്പെടുന്നതാണ്. ഈ പ്രവണതയെ, ഇത്തരം നിലപാടുകളെ ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ആണെങ്കിൽ പോലും ഈ ADGPയുടെ അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പരാതി നൽകുന്നു, പാർട്ടി സെക്രട്ടറിയെ കാണുന്നു. പക്ഷേ ആ കാര്യങ്ങളിൽ ഒരു നീതിപൂർവമായ നിലപാടുണ്ടായില്ല. 6 മാസമാണ് ഒരു ADGPക്കെതിരെ അന്വേഷണം നടത്താൻ സമയപരിധി കൊടുത്തിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു, പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നും പറയുന്നു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നുള്ള തെളിവുണ്ടോ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബാധകമാണ്, എനിക്കും ബാധകമാണ്. ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം 100% ശരിയായിക്കൊള്ളുന്നില്ല. അത് ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന ഞാൻ പലപ്പോഴും ഇത് ആവർത്തിച്ച വിഷയമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് നമ്മളൊരു സിസ്റ്റം എങ്ങനെയാണ്, അത് നിയമപരമായ വ്യവസ്ഥകളുണ്ട്. ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ സമീപിക്കണം, എന്ത് നിലപാടെടുക്കണം, അത്തരം ഭരണപരമായ കാര്യങ്ങൾ ചുമതലയുണ്ട്. ആരോപണം ഉന്നയിച്ചാൽ ഉടനെ നടപടിയല്ല സ്വീകരിക്കേണ്ടത്. ഒരാൾ പേരിൽ നടപടി എടുത്തല്ലോ, അവിടുത്തെ പഴയ മലപ്പുറം SP ആയിരുന്ന ഒരാളില്ലേ, സുജിത് ദാസ്, അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുത്തല്ലോ. അത് നടപടി പ്രാഥമികമായ പരിശോധനയിൽ തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളത്. അത് ഗവൺമെന്റ് നിലപാടിന്റെ ഭാഗം തന്നെയാണത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പരിശോധനയിലാണ്. പരിശോധിച്ച് എന്ത് നിലപാട് എന്നുള്ളത് കാത്തു നിൽക്കാതെ, അതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഇത്തരം ഒരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. പൂരം കരക്കലിന്റെ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പത്രങ്ങളൊക്കെ പലതും ഇപ്പൊ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷെ ഗവൺമെന്റ് നിലപാട് പറയട്ടെ. ഗവൺമെന്റ് നിലപാട് പറയുന്ന സമയത്ത് നിങ്ങൾക്കും കൂടുതൽ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കഴിയും, ഞങ്ങൾക്കും പറയാൻ കഴിയും അഭിപ്രായങ്ങൾ. അതാണ് കാര്യത്തിലുള്ളത്. പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന് അല്പം സമയമെടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പൊ അത് സമയമെടുത്തു കഴിഞ്ഞാൽ അവസാനം സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് 24-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. 24-ാം തീയതിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ലഭിച്ചു. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഗൌരവമായ അന്വേഷണത്തിൽ തന്നെയാണ് ഇതുള്ളത്. ഈ അന്വേഷണത്തിന്റെ നില മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഇത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം സ്വീകരിക്കും. ഇതിലിപ്പം കഴിഞ്ഞ ദിവസം PV അൻവറിനോട് ഇനി പരസ്യ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് അൻവർ ഇപ്പം ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുകയും ഇത്തരം അധികം കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് അൻവറിനെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തയിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ? ഞാൻ CPM-ന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി
സെക്രട്ടറി അറിയാതെ ഒരു തീരുമാനം പാർലമെന്ററി പാർട്ടി എടുക്കില്ല എന്നുള്ള അത്രയും കാര്യങ്ങൾ അംഗീകരിച്ചാണ് വേണ്ടേ? അപ്പൊ അൻവർ അതിൽ തുടരും. അല്ല പങ്കെടുക്കില്ല അൻവർ അല്ല പറഞ്ഞിട്ടുണ്ട്. അതന്നെ അത് ഞങ്ങള് അൻവറിനെ പാർലമെന്ററി പാർട്ടി അംഗത്തിന് ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു പോകുന്ന അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും എതിരായി സ്വീകരിച്ച നിലപാട് അത് സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ഇത് കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ CPIM ഈ കാര്യത്തിൽ നിലപാടുകൾ ആലോചിക്കുള്ളൂ. ഇപ്പം ഇന്നും നാളെയുമായി പാർട്ടിയുടെ PB യോഗം ചേരുക, കേന്ദ്ര കമ്മിറ്റി യോഗമുണ്ട്. അപ്പം പാർട്ടി നേതാക്കന്മാരെല്ലാം ഈ യോഗത്തിന് വേണ്ടി ഡൽഹിക്ക് പോയി, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ CPIM-ന്റെ സംഘടനാപരമായ ചില നടപടിക്രമങ്ങളുണ്ട് ഇതിൽ. അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും തീരുമാനം, എന്താണ് തീരുമാനം എടുക്കുന്നുള്ളത് പരസ്യപ്പെടുത്താനുള്ള തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കും. അൻവറിനെതിരെ നിയമ നടപടിക്കുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടോ? ഇല്ലില്ല, അതിപ്പോ അല്ല സാർ, സ്വർണ്ണക്കടത്തിലടക്കം നിങ്ങളെ ഒരു പങ്കുണ്ട് എന്നൊരു ആരോപണം അത് എത്ര കാലമായി ഇന്ന്, എത്ര കാലമായത് 24 മൈക്ക് അല്ല സാർ, ഏറ്റവും ഗുരുതരമായ ഒരു ഞാൻ പറയട്ടെ. ആരോപണം ഇങ്ങനെ കത്തി നിന്നില്ലേ? രാവിലെ ആരോപണം ഇങ്ങനെ 26 states, 12 തെരഞ്ഞെടുപ്പ്, അതല്ലേ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി MLA അല്ല, പാർലമെന്ററി പാർട്ടി അംഗമാണ്. അൻവറിന്റെ പേരിൽ വോട്ട് കിട്ടി അദ്ദേഹം വിജയിച്ച MLA. വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ വരുന്നത്. എല്ലാരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ല, നിങ്ങളുടെ അണികൾ തന്നെ കടന്നൽ രാജ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പാമ്പിനെടുത്ത് തോളത്ത് വെച്ച അവസ്ഥയായല്ലോ. അല്ല, നിങ്ങള് പത്രങ്ങളെല്ലാം പല വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തെ പല രീതിയിലും പത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം ഇതിനു മുമ്പ് കുറെ ആരോപണങ്ങൾ വേറെ ഉന്നയിച്ചതുണ്ട് കേരളത്തിന്റെ മുമ്പിൽ, അതെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അൻവർ